ഇത് പൊതുജനങ്ങളുടെ തലയിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ചാക്ക് കൊണ്ട് കയറ് കെട്ടി വെച്ചിരിക്കുന്ന ഒരവസ്ഥ. മുകളിലേക്കൊന്ന് നോക്കുക, കമ്പി വരെ പുറത്ത് കാണാം. അത് ഒരു സ്ഥലത്ത് മാത്രമല്ല, ഇതെല്ലാം കൊടുത്ത് തന്നെയാണ്. ഈ ബീം ഫുള്ളായിട്ട് പൊളിഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇതുപോലുള്ള ഒരു കൺസ്ട്രക്ഷൻ, അതും കൊച്ചിൻ മെട്രോ റെയിൽ സർവീസ്. ഇവിടെ ഏത് സമയത്തും ഒരു അപകടം സംഭവിക്കുമെന്ന മുന്നറിയിപ്പ് തന്നെയാണ്. ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയാണ് പ്രേക്ഷകർക്ക് മുമ്പിൽ ഞാൻ എത്തിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് എളംകുളം മെട്രോ സ്റ്റേഷൻ്റെ പില്ലറിൻ്റെ മുമ്പിലാണ്. ഇവിടെ നിന്നുകൊണ്ട് ഇത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം, നമുക്ക് ഒന്ന് മുകളിലോട്ട് നോക്കിയാൽ കാണാം ബീമുകളെല്ലാം പൊളിഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ്. ഈ പൊളിഞ്ഞ് വീണ് കമ്പി വരെ കാണാം. ഇത് പൊതുജനങ്ങളുടെ തലയിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ചാക്ക് കൊണ്ട് കയറ് കെട്ടി വെച്ചിരിക്കുന്ന ഒരവസ്ഥ. ലോകത്തിലെങ്ങും ഇതുപോലൊരു കൺസ്ട്രക്ഷൻ കാണാൻ സാധിക്കില്ല. വളരെ കേരളത്തിൽ മാത്രമാണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ശ്രീധരൻ സാറ് അഴിമതി നടത്തിയെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഇത് കൺസ്ട്രക്ഷൻ കമ്പനി സബ് കോൺട്രാക്ട് കൊടുത്ത്, ആ സബ് കോൺട്രാക്ടർ മറ്റൊരാൾക്ക് സബ് കോൺട്രാക്ട് കൊടുത്ത് അവർക്ക് ലാഭം നോക്കാണ്ട് ഇങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ നടത്താൻ പറ്റില്ല. കാരണം ഞാൻ താമസിക്കുന്നത് കടവന്ത്രയിൽ തന്നെയാണ്. ഈ എളംകുളം മെട്രോൻ്റെ ഈ ശോചനീയാവസ്ഥ, എല്ലാ മെട്രോ പില്ലറുകളും ബീമുകളും എല്ലാ സ്റ്റേഷനുകളും പരിശോധിക്കുകയും അടിയന്തരമായി ഇവിടെ വന്ന് യാത്ര ചെയ്യുന്ന, ഇതുവഴി കടന്നു പോകുന്ന യാതൊരു ആൾക്കും അപകടം പറ്റാത്ത രീതിയിൽ വേണം. ഞെട്ടിക്കുന്ന ഒരു ദൃശ്യം കൂടെ ഞാൻ പ്രേക്ഷകർക്ക് കാണിച്ചു തരികയാണ്. ഒന്ന് മുകളിലേക്കൊന്ന് നോക്കുക, കമ്പി വരെ പുറത്ത് കാണാം. അത് ഒരു സ്ഥലത്ത് മാത്രമല്ല, ഇതെല്ലാം കൊടുത്ത് തന്നെയാണ്. ഈ ബീം ഫുള്ളായിട്ട് പൊളിഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ്. ഇത് ആരും കാണാതിരിക്കാൻ വേണ്ടി ചാക്ക് വെച്ച് കെട്ടി വല ഇട്ട് കെട്ടിയിരിക്കുകയാണ്, ആരും തലയിൽ വീഴാതിരിക്കാനായിട്ട്. എന്തൊരു ദയനീയ അവസ്ഥയാണ്. ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇതുപോലുള്ള ഒരു കൺസ്ട്രക്ഷൻ, അതും കേരള കൊച്ചിൻ മെട്രോ റെയിൽ സർവീസ്. വളരെ ഖേദകരമാണ്. എന്നാണ് ഇതെല്ലാം കൂടി ഇടിഞ്ഞ് ഇതിലൂടെ യാത്ര ചെയ്യുന്ന ആളുകളുടെ തലയിൽ വീഴാൻ പോകുന്നത്? ഇതെല്ലാം വളരെ ദയനീയമാണ്. ഇതിനെല്ലാം മറുപടി പറഞ്ഞേ പറ്റൂ. ഇതുപോലെയുള്ള ദുരന്ത അവസ്ഥകൾക്കും അഴിമതിക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥർക്കും നമ്മുടെ നികുതിപ്പണം കൊണ്ട് ശമ്പളം പറ്റി നമ്മുടെ ശവം തിന്നാൻ വേണ്ടി കാത്തിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടിയിട്ട് കൂടിയിട്ടാണ് ഈ വാർത്ത എന്ന് സമർപ്പിക്കുന്നത്. ഇത്തരം ദുരവസ്ഥയ്ക്ക് കാരണം ഇത് കോൺട്രാക്ട് എടുത്തത് KMRL ആണ്. ശ്രീധരൻ സാറെ ഒരിക്കലും ഞാൻ കുറ്റം പറയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ വർക്കുകളെല്ലാം ഇപ്പോഴും അതേപോലെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇത് കോൺട്രാക്ട് എടുത്തിരിക്കുന്ന വ്യക്തി സബ് കോൺട്രാക്ട് കൊടുത്ത്, അവരും സബ് കോൺട്രാക്ട് കൊടുത്തിട്ടുള്ള വ്യക്തികളാണ് ഇതുപോലുള്ള ബീം പണിതിരിക്കുന്നത്. അതിൽ സിമൻറ്റ്, കമ്പി, അതുപോലെ തന്നെ മെറ്റൽ, ഇതെല്ലാം വളരെ കുറച്ച് മാത്രമേ ഉപയോഗിച്ചിരിക്കാൻ സാധ്യത ഉള്ളൂ. അത് ഉറപ്പിച്ച് പറയാൻ കാരണം, ഈ മെട്രോ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ബീമുകൾ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൊച്ചി എളംകുളം മെട്രോ സ്റ്റേഷന് താഴെയാണ്. അത്ര ദയനീയമാണ് ഈ കാഴ്ചകളെല്ലാം തന്നെ. ഇവിടെ ഏത് സമയത്തും ഒരു അപകടം സംഭവിക്കുമെന്ന മുന്നറിയിപ്പ് തന്നെയാണ്. നമ്മളുടെ നികുതിപ്പണം കൊണ്ട് ശമ്പളം പറ്റുന്ന എല്ലാ ഉദ്യോഗസ്ഥരും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതിനെതിരെ നടപടി എടുത്തേ പറ്റൂ. KMRL, PWD, അതേപോലെ തന്നെ കൊച്ചിൻ കോർപ്പറേഷൻ ഉടമസ്ഥാവകാശത്തിൽ തർക്കം നിൽക്കുന്നുണ്ടെങ്കിലും അതാരാണ് ഉത്തരവാദികൾ, അവർ മറുപടി പറഞ്ഞേ പറ്റൂ. സൈനിക പോളി വടക്കൻ.